മുംബൈ വിജയ വഴിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിലക് വർമ്മ ഫോമിലേക്ക് എത്തുന്നു. തിലക് വർമ്മ പിന്നെ ഒരു ഘട്ടത്തിൽ 21 പന്തിൽ 19 റൺസായിരുന്നു. പിന്നീടുള്ള 23 പന്തുകളിലാണ് അദ്ദേഹം ഏതാണ്ട് 80 റൺസോളം നേടിയിരിക്കുന്നത്. അപ്പം ഈ ഇടയ്ക്ക് സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ബീസ്റ്റ് മൂഡ് എന്നൊക്കെ പറയുമ്പോൾ മുംബൈയെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമായി പിന്നെ ഏതാണ്ട് 100 റൺസിനാണ് മുംബൈ ജയിച്ചിരിക്കുന്നത് എന്നത് നോക്കുമ്പോൾ ഈ ടൂർണമെൻറ്റിലേക്കുള്ള ഒരു ശക്തമായ ഒരു വരവ് തന്നെയാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോയിന്റ് ടേബിളും ഒരുപാട് മുകളിലേക്ക് കയറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വിൻ തന്നെയാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ വിയറ്റ്നാം കോളനി സിനിമയിൽ റാവുത്തറിന് മറ്റു ടീമുകളുടെയൊക്കെ അവസ്ഥ എന്നുള്ളത് ശരിക്കും ഈ റാവുത്തറിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇരുമ്പ് ജോണ് മറ്റേ ഒരുപാട് ശത്രുക്കൾ മോഹൻലാലിൻ്റെ കഥാപാത്രം അങ്ങനെ ഒരുപാട് ശത്രുക്കളുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്നുള്ളത് റാവുത്തറാണ് അവിടുത്തെ ശക്തൻ എന്നുള്ളതാണ്. അതായത് മുംബൈ എങ്ങനെയെങ്കിലും പുറത്തായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. ഈ 10 ടീമുകളിൽ 9 ടീമുകളും മുംബൈ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാരണം മുംബൈ എപ്പോഴും അപകടകാരിയായ ടീമാണ്. 5 തവണ കിരീടം നേടിയ ടീമാണ്. കപ്പടിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടീമാണ്. അപ്പം മുംബൈ ഫസ്റ്റ് മുംബൈയാണ് ഏറ്റവും നന്നായി പേടിക്കേണ്ടതെന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. റാവുത്തറിനെ ഒരുവിധം കീഴ്പ്പെടുത്തുകയാണ്. ലാസ്റ്റ് തൊട്ടി കൊണ്ട് കടിച്ചിട്ടാണ് മോഹൻലാൽ കൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ റാവുത്തറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. പക്ഷെ റാവുത്തർ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു പ്രതീതിയുണ്ട്. എല്ലാവരും അവിടെയൊക്കെ തെറിച്ചു വന്നൊരവസ്ഥ. മുംബൈക്ക് ഈ ജയം, അതായത് അവർ കാത്തിരുന്ന ഒരു ജയം ഇതായിരിക്കാനാണ് സാധ്യത. മറുവശത്ത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 100 റൺസിൻ്റെ തോൽവി എന്ന് പറയുമ്പോൾ ഗുജറാത്തിൻ്റെ ഫസ്റ്റ് 3 പേരല്ലാതെ മറ്റു ടീമുകളിലൊക്കെ 8 പേരെങ്കിലും ബാറ്റിങ്ങിൽ കെൽപ്പുള്ള ആൾക്കാരാണ്. ഗുജറാത്തിൽ ശരിക്കും ആദ്യ 3 പേരല്ലാതെ അതിനുശേഷമുള്ളവരൊക്കെ ബാറ്റിങ്ങിൽ ഫ്ലോപ്പായി നിൽക്കുന്നൊരു കാഴ്ചയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. കാരണം ജോസ് ബട്ട്ലർ, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ ഈ 3 പേരിൽ ഒതുങ്ങുന്നു. അതിനുശേഷമുള്ള വാഷി ഫിലിപ്സ്, നമ്മുടെ തെവാത്തിയ, ഷാറൂഖ് ഖാനും തെവാട്ടിയൊക്കെ എന്താണ് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു തെവാട്ടി ആകെ ആ ഒറ്റ ഇന്നിങ്സിൻ്റെ പുറത്താണ് ഇത്രയും കാലം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭയങ്കര ഹൈപ്പിലും മറ്റുമൊക്കെ കൊണ്ടുവന്ന് ഇവർ മധ്യനിര അങ്ങ് തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഗുജറാത്ത് ആ ഒരു 3 പേരിൽ നിന്നും ഈ മറ്റുള്ളവരിൽ നിന്നും കൂടി സംഭാവന കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ. അപ്പം ഈ 95 റൺസിന് തോറ്റു എന്നുള്ളത് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് ഒരുപാട് തകരാൻ സാധ്യതയുണ്ട്. മുംബൈ തീർച്ചയായിട്ടും അവർ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു.